എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നലെ വീട്ടിൽ സ്പെഷ്യൽ അതിഥി വന്നിട്ടുണ്ട്. ആ അതിഥിയെ സ്നേഹിച്ച് കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവും. അങ്ങനത്തെ ഒരു അതിഥിയാണ്. അപ്പൊ നമുക്ക് ആ ഒരു അതിഥിയെ പരിചയപ്പെടാൻ വേണ്ടി അച്ഛൻ കുറച്ച് കഴിഞ്ഞ് എത്തും. ഇപ്പൊ എത്തുന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. ആ അതിഥിയെ പരിചയപ്പെടാൻ വേണ്ടി അച്ഛൻ വരും. ആ അച്ഛൻ വന്നു. സന്തോഷം നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നിട്ടുണ്ടല്ലോ. അതിഥിയൊക്കെ അതിഥി സർപ്രൈസ് ആണല്ലോ അല്ലേ? നമുക്ക് കാണിച്ചു തരാം. ശരി പോരിട്ടോ കാണാം. അങ്ങനെ എവിടെ ഇല്ലല്ലോ. അങ്ങോട്ട് നോക്കോ അതിഥി. ചക്ക അത് നമ്മുടെ ഫ്ലാറ്റ് തൊട്ടപ്പുറത്ത് രമണീന്റെ വന്നതാ. വരിക്കച്ചക്ക. അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങളും അതിന്റെ ടേസ്റ്റും അതിന്റെ അനുഭവങ്ങളിലേക്കും. ചക്കട ഒന്നും കളയല്ല കേട്ടോ. ചക്ക കുരുകൊണ്ട് തോരൻ വെക്കാം, ഉപ്പേരി ഉണ്ടാക്കാം. പഴുത്ത ചക്ക തിന്ന. ചക്കട മടലുണ്ടെങ്കിൽ അത് പശുക്കൾക്ക് കൊടുക്കാം. ഇന്നിപ്പോ ആർക്കും വേണ്ടാത്തൊരു സാധനമാണ് പൊക്കോണ്ടിരിക്കുകയാണ്. ഞാനും ആലോചിച്ചു ചക്ക കിട്ടാൻ അടിപൊളി ടേസ്റ്റില്ല കഴിക്കാനൊക്കെ. നല്ല ടേസ്റ്റാ ചക്ക കഴിക്കാൻ. അതായത് പണ്ട് കാലങ്ങളിലൊക്കെ ചക്ക മാങ്ങ തിന്ന് ജീവിച്ചു വളർന്നവരെല്ലാവരും ഉള്ളത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ് മറ്റെന്താ പറയുക ചക്കയ്ക്ക് വലിയ പ്രാധാന്യം ഇല്ലാത്തത്. കാരണം ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോഴാണ് ചക്ക വെറുതെ വീണ് പോവുക, ഒരാവശ്യമില്ല അങ്ങനെ. പക്ഷെ ചക്ക സൂപ്പറാണ്, അടിപൊളിയാണ്. അപ്പൊ കഴിച്ചോക്കാം. അപ്പൊ നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത ഫ്ലാറ്റിലുള്ള രമണി ചേച്ചിയും അവരുടെ ചേച്ചിയും അമ്പേടത്തെയും കൂടിയിട്ട് നമുക്ക് തന്നാണ് ചക്ക. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ചക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ചക്കട ഒന്നും ഒഴിവാക്കാനില്ല അല്ലേ. ചക്കക്കുരു നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. അതുപോലെ തന്നെയാണ് ചക്ക എടുത്തിട്ട് അതിന്റെ ചുള ചീകിയിട്ട് ഈ എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കും. അതുപോലെ തന്നെ എൻ്റെ അച്ഛമ്മയൊക്കെ പണ്ട് കാലത്ത് ചക്ക കൊണ്ട് പപ്പടം ഉണ്ടാക്കി തരുന്നു. പപ്പടം ഉണ്ടാക്കിയിട്ട് ചക്ക പപ്പടം ഉണ്ടാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും. അതിന്റെ എണ്ണയിൽ പൊള്ളിച്ചെടുക്കും. നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇതിനെ കുറിച്ച് ചെയ്യാൻ പറ്റും. ചക്കയെ കുറിച്ച് ചക്കക്കുരു തോരനായിട്ട് മറ്റേ നമ്മൾ പണത്തി ചക്കത്തീശ് പറയില്ലേ, എന്താ ഉച്ചക്ക് കഴിക്കാൻ ചക്കക്കുരു പേര് എന്താ ഉച്ചക്ക് എന്താ കറി അപ്പോട്. അപ്പൊ പറയും ചക്കക്കുരും മാങ്ങയും കൂടി കറി വെച്ചാണ്. എന്താ കഴിക്കാൻ. അതുപോലെ തന്നെ നമുക്കിത് വെട്ടാം, കട്ട് ചെയ്യാൻ പറ്റും. ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ പറ്റണം. അതല്ലെങ്കിൽ ഇതിന്റെ ഈ എന്താ പറയാ മുളഞ്ഞ് നമ്മുടെ കയ്യിലാവും. ശകലം വെളിച്ചെണ്ണ എടുത്തോണം. ശകലം വെളിച്ചെണ്ണ നമുക്ക് മൊത്തം കയ്യിലൊക്കെ തേച്ച് കൊടുക്കണം. അത് അടച്ചു വെക്കുക, കുപ്പി അടച്ചു വെക്കുക. അപ്പൊ നമ്മുടെ കയ്യിന്റെ മുകളിലൊന്നും മുളഞ്ഞി എന്ന് പറഞ്ഞ സംഭവം ആവില്ല. മുളഞ്ഞി എന്നുള്ളത് പല ഭാഗത്തും പല പേരിലൊക്കെ അറിയപ്പെടുന്നത്. അങ്ങനെയാണ് അറിയും. പാലക്കാടൊക്കെ നമ്മള് ചക്കട മുളഞ്ഞി എന്നാണ് പറയാ കേട്ടോ. നമുക്കിത് കട്ട് ചെയ്യാൻ പ്രധാനമായിട്ട് നമുക്ക് ഇതൊന്നും ആവില്ല. ഇങ്ങനൊരു പശ പോലത്തെ സംഭവം ഉണ്ട്. അതൊന്നും കയ്യിലായിട്ട് കറയാവില്ല. അതാണ് ഈ മുളഞ്ഞി. അതിനെയാണ് നമ്മള് മുളഞ്ഞി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഈ സാധനം ഇതിന്റെ കൂന് എന്ന് പറയും നമ്മള്. ചക്കട കൂന്. അപ്പൊ ഇതൊക്കെ കട്ട് ചെയ്യണം. ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വിടർത്തി വെക്കും. എന്നിട്ട് ഇതിന്ന് ഓരോ ചുള പറിച്ചു. എന്നാ പറിച്ചെടുത്തോ. പല ഭാഗത്തും പല ഭാഷകളാണ് പറയുന്നത്. നമ്മളിവിടെ ചക്കച്ചൊള എന്ന് പറയും, അതുപോലെ ചക്കക്കുരു. ഇതിനെ പറയാ ചക്കട മടല്. അതുപോലെ തന്നെ ഇതിനെ നമ്മള് വേറൊരു പേര് പറയും. ഓരോ സ്ഥലത്ത് ഓരോ പേരുകളാണ് പറയുന്നത്. ഇതിങ്ങനെ അകർത്തിയിട്ട് ഇതിന്റെ ഇങ്ങനെ എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിന്റെ ഉള്ളത് ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം കളയണം. ഈ സാധനം വൈദ്യുതി ചെന്ന് ഭയങ്കര പ്രശ്നമാണ്. ഇത് വേറെ കിട്ടൂല. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് ഇടാം. അതന്നെ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് പൊളിച്ചിട്ട് ഇതിങ്ങനെ പൊളിക്കുക. ഇങ്ങനെ പൊളിച്ചിട്ട് ഇതിങ്ങനെ എടുക്കണം. എന്നിട്ട് ഇത് അതിലേക്ക് ഇടുക. എന്നിട്ട് ഇത് വീണ്ടും പൊളിക്കണം. ഈ സാധനം കളഞ്ഞിട്ട് ചക്കക്കുരു വെച്ചിട്ട് ഈ ചക്കക്കുരു എന്ന് പറഞ്ഞാലേ നിസ്സാരക്കാരനല്ല കേട്ടത്. നല്ല പ്രോട്ടീനുള്ള ഒരു സാധനമാണത്. ഒരു കാലത്തൊക്കെ എന്തോരം ആൾക്കാർ ഫുഡ്, അതായത് ഈ മുരിങ്ങയുടെ ഇതും കൂടിയിട്ട് വെക്കും, കറി വെക്കും. അടിപൊളിയാണ്.
ഈ ഒരു ചക്കക്കുരുള്ളത് ഇത്രയും വലിയ ചക്ക ചക്ക ഉണ്ടാവുന്നത് അതെ. പ്ലാവ് പ്ലാവ് ഉണ്ടാവുന്നത് പ്ലാവ്. അതുപോലെ ചക്ക പല ടൈപ്പ് ഉണ്ട് കേട്ടോ ചക്കകള്. ഈ നമ്മുടെ അവിടെ എല്ലായിടത്തും ഉണ്ടാവും. അതായത് ഈ വരിക്കച്ചക്ക എന്ന് പറഞ്ഞ ചക്ക ഉണ്ട്. പിന്നെ തേൻ വരിക്ക എന്ന് പറയും. അത് നല്ല മധുരമായിരിക്കും. അത് മാത്രമല്ല അതിന്റെ ചുള നല്ല റെഡ് കളറായിരിക്കും. ഇടിച്ചക്ക അത് ആവണതാണ്, കുഞ്ഞാണത് ഇടിച്ചക്ക എന്ന് പറയും. പിന്നെ കടച്ചക്ക ഉണ്ട്, അത് വേറൊരു ടൈപ്പാണ് കടച്ചക്ക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളവിടെ പഴച്ചക്ക എന്ന് പറയുന്ന സാധനമുണ്ട്. ആ സാധനം എന്താ വെച്ചാൽ പഴുത്ത് കഴിഞ്ഞാല് മൊത്തം ഇതങ്ങനെ പിടിച്ചു വെച്ചിട്ട് പോരും പ്ലാ കിടക്കുന്നത്. പക്ഷെ അത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അത് വണ്ടന്മാരോ വാരി വാരി തിന്നുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമുക്കത് ഇഷ്ടമല്ല. നമുക്ക് തിന്നു കഴിഞ്ഞാൽ വലിയ ഇടങ്ങളാണ്. ജാക്ക് ഫ്രൂട്ട് ഭയങ്കര പേര് കേട്ട സാധനമാണിത്. ഇത് വിദേശികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായ സാധനം ചക്ക. കയറ്റുമതി ഉണ്ട്. പിന്നെ ഇപ്പൊ എന്തോ ഫാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിന്റെ ഈ കൂന് ചെത്തിക്കളാം. ഈ കൂനാണ് പ്രശ്നം. കൂന് ചെത്തി കഴിഞ്ഞാൽ ഇങ്ങനെ വിടർത്തി വെച്ചാല് കൃത്യമായിട്ട് ഇങ്ങനെ കിട്ടും. പിന്നെ ഈ ചക്ക വേറൊരു കാര്യം ഉണ്ട്. വേറൊരു കാര്യമുണ്ട്. മഴക്കാലമായി കഴിഞ്ഞാല് ഈ സാധനത്തിലേക്ക് വെള്ളം ഇറങ്ങും. വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ഇതിന്റെ കുരുവൊക്കെ മുളച്ചു വരും. ഇങ്ങനെ വെളിയിലേക്ക് നിൽക്കുന്നുണ്ടോ അങ്ങനെ നോക്കുമ്പോ അതിന്റെ കുരുവൊക്കെ മുളച്ചിട്ട് ആ സമയത്ത് ചക്ക തിന്നാൻ എനിക്കിഷ്ടമല്ല. അത് ഞാൻ പറയാലോ. എനിക്കൊരു ടേസ്റ്റ് വ്യത്യാസം തോന്നി. ഞാൻ ആ സമയത്ത് കഴിക്കില്ല. എണ്ണ തേച്ച് കഴിഞ്ഞാല് നമ്മുടെ കയ്യിൽ നമ്മൾ മുളഞ്ഞു കഴിക്കാം. അപ്പൊ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ കുറച്ച് പറ്റത്. ഈ കയ്യിൽ നമ്മൾ മുളഞ്ഞു പോണെങ്കിൽ വലിയ പാടാണ്. നിലവിൽ ഇഷ്ടമായില്ല ചക്ക? പിന്നെ ഇഷ്ടപ്പെട്ടോ? വെക്കേഷൻ 2 മാസം കഴിഞ്ഞിട്ട് ചക്ക കഴിക്കാൻ വാങ്ങിണ്ടായി. ചക്കയ്ക്ക് ഒരു സീസൺ ചില സ്ഥലത്ത് പെട്ടെന്ന് ഉണ്ടാവും, ചില സ്ഥലത്ത് ഈ കുരുവൊക്കെ പറിച്ചെടുത്തിട്ട് അടുത്ത് വെട്ടിയാൽ മതി. നമുക്ക് ഓരോന്നോരോന്നും പറിച്ചെടുക്കാം. ഇതിനെ കുറിച്ച് നമ്മുടെ നാട്ടിലെ ഉള്ള പഴയ സാധനങ്ങളുണ്ട്. ഇതിനെ കുറിച്ചൊക്കെ ഒരു കവിത ഇറക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കേട്ട് കാണും ചിലപ്പോൾ. അത് നല്ല രസകരമായിട്ട് പാടിയിട്ടുണ്ട്. നല്ല സ്റ്റൈലാണ് കേൾക്കുന്നത്. അത് ചേമ്പെന്നു കേട്ടാൽ ചൊറിയും, പിന്നെ ചേമ്പിന്റെ താളെന്ത് ചെയ്യും. കേട്ടിട്ടുണ്ടോ? അത് ഇപ്പോഴത്തെ ഈ കാലത്തുള്ള ആൾക്കാരെ കുറിച്ച് ക്രിയേറ്റ് ചെയ്ത പാട്ടാണ്. നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് പണ്ടത്തെ രീതിയിലുള്ള ഭക്ഷണം ഈ ചകിരി കളയണം, ഈ സാധനം കളയണ്ട. ഈ സാധനം തിന്നാൻ പാടില്ല. തിന്ന് വയറ്റി തിന്ന് ഭയങ്കര പ്രശ്നമാണ്. പണ്ടത്തെ ആൾക്കാർ കഴിക്കണ ഫുഡൊന്നും ഇപ്പൊ ആരും കഴിക്കില്ല. ചേമ്പിന്റെ താളം ചൊറിയും. ചേമ്പെന്ന് കേട്ടാൽ ചൊറിയും, പിന്നെ ചേമ്പിന്റെ താളെന്ത് ചെയ്യും. നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പച്ചപ്പിലൂടെ. കൃഷിയായിട്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ആർക്കും അറിയില്ല. കൃഷിന്ന് കേട്ട് കഴിഞ്ഞാൽ പക്ഷെ വെജിറ്റബിൾ ഫുഡ് കേട്ടാ മനസ്സിലാകുന്ന സാമ്പാർ, ഉപ്പേരി കഴിഞ്ഞു. വേറെ ഒന്നുമില്ല കേട്ടോ. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടില് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറി ഉണ്ട് കേട്ടോ. അത് ഏതാന്ന് വെച്ചാല് കപ്പ, കൊള്ളി, അതായത് മരച്ചീനി. ഈ സാധനം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു കമ്പുകളാണ് കുഴിച്ചിട്ടുണ്ട് പോയാൽ മതി. വെള്ളവും വേണ്ട, അതുപോലെ വളവും വേണ്ട, ഒന്നും വേണ്ട. അത് തന്നെ ഉണ്ടായിക്കോളും. എലികൾ വന്ന് തിന്നാൻ നോക്കിയാൽ മാത്രം മതി. വേറൊരു പ്രശ്നമില്ല. സിമ്പിളാണ്. നമ്മുടെ വീടിന്റെ മുറ്റത്തെ വീടിന്റെ സൈഡിലും സ്കൂളിലേക്ക് ഇനി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചക്ക കൊണ്ട് ചക്കക്കുരു ചക്ക കാര്യമില്ല. ചക്ക 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 അതെ വൈകുന്നേരം 4 മണിക്ക് ചക്ക. ചക്കക്കുരു കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയ അടിപൊളിയാണ്. ഉപ്പേരി നമ്മളവിടെ പറയുന്നത് പാലക്കാട്. പിന്നെ മെഴുക്ക് വരട്ടി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തോരൻ വെക്കുക എന്ന് പറയും. അങ്ങനെ പല സ്ഥലത്തേക്ക് പല പേരാണ് കേട്ടോ. നമ്മുടെ ഈ
വെണ്ടക്കയില്ലേ, വെണ്ടക്കച്ചിൽ ഉപ്പേരി ഉണ്ടാക്കുള്ളൂ. അതാണ് ഈ മെഴുക്ക് പറ്റി. അല്ല അതൊരു മെഴുക്ക് പോലെയാണ്, അത് മെഴുക്ക് പെരട്ടി അങ്ങനെയാണ് വിചാരിച്ചത്. പിന്നെ നാട്ടിലെ മെഴുക്ക് പെരട്ടി ഉപ്പേരി. അതുപോലെ ഈ ചക്കട കുരു ഉണ്ടല്ലോ, ചുട്ട് തിന്നണ ആൾക്കാർ ഈ സാധനം അടുപ്പിലിട്ട് ചുടും, എന്നിട്ട് അതിനെ തിന്നും. ഭയങ്കര പ്രോട്ടീനാണ് ഈ സാധനത്തിന്. അല്ല ഞാനതല്ല, ഞാൻ കശുവണ്ടിയൊക്കെ കിട്ടുന്നുണ്ട്, അതല്ല ഈ ചക്കക്കുരും കിട്ടുന്നില്ല. അതുപോലെ പുളിക്കുരു, നമ്മുടെ ഈ വാളപ്പുളി ഉണ്ടാവില്ല, വാളംപുളിയുടെ കുരു നമ്മൾ അടുപ്പിട്ട് ചൂടും, എന്നിട്ട് ആ സാധനത്തിന് വളരെ ടേസ്റ്റാണ്. അതായത് നമ്മൾ സിനിമയിൽ കണ്ടില്ലടാ, രണ്ട് നമ്പൂതിരിമാര് എടുത്തോ കഴിച്ചോ, അതെന്താന്ന് കഴിയുമ്പോ ചക്കക്കുരു ചുട്ടതാ കഴിച്ചോ. ഇത് ഇതൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇതുകൊണ്ട് പല പല വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം ഈ ചക്ക കൊണ്ട്. പക്ഷെ അത് ഇപ്പോഴത്തെ ചില ആൾക്കാർക്ക് അറിയില്ല, ചില ആൾക്കാർക്ക് അറിയാം. അറിയുന്നവർ ഈ സാധനം ഒഴിവാക്കില്ല, അതാണ് ഇതിന്റെ പ്രത്യേകത. കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛമ്മ ചക്ക ഇത് നന്നായിട്ട് വേവിക്കുകയായിരുന്നു. വേവിക്കുകയാണ്, അരക്കുകയാണ്, അങ്ങനെ എന്തോ ചെയ്യും. അരച്ചിട്ട് ഇതുകൊണ്ട് പരത്തിയിട്ട് പപ്പടം ഉണ്ടാക്കും, എന്നിട്ട് അത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കും. എന്നിട്ട് അത് വർഷങ്ങളോളം ഇരിക്കും, ഇത് കേടുവരാതെ ഇരിക്കും. ഇത് എന്നിട്ട് അത് എന്നും 4 മണി ചായക്ക് അതിനൊരു 10 എടുത്തിട്ട് എണ്ണയിലിട്ട് പൊളിച്ചെടുക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ഈ പഴുത്ത ചക്ക ചീകിയിട്ട് ഉണക്കിയെടുക്കും. ഈ ചക്കനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ചീകിയെടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും. എന്നിട്ട് അത് എണ്ണയിലിട്ട് മൂപ്പിച്ച് നിന്ന് 4 മണി ചായക്ക് നമ്മൾ. പക്ഷെ അത് ഭയങ്കര ഉറപ്പാണ്, ഭയങ്കര ചക്കവരട്ടി അല്ല, അത് വേറെ. ചക്രവരട്ടി ശർക്കര, അതുപോലെ ചക്കപ്പായസം ഉണ്ടാക്കും. ചക്കപ്പായസം ഗംഭീര പായസം, ചക്കപ്പായസം അതില് ഏലക്കയും അതൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് പായസം ഉണ്ടാക്കിയത്. ചക്കപ്പായസം ചക്കൊണ്ട് ഒരുപാട് സംഭവം ഉണ്ടാക്കാം. ഇത് പലർക്കും അറിയില്ല, അറിയുന്നവർ ഈ സാധനം കളയൂല. അതെ, അപ്പൊ ഈ കാണുന്ന ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കാണുന്ന ഈ ചക്കയും ഈ പൊളിച്ചെടുത്താണ്, ഇത് കൂടി പൊളിച്ചെടുത്തിട്ട് നമുക്ക് വരാം, അല്ലേ ചാ? അപ്പൊ നമ്മൾ ഈ ചക്ക ഉണ്ടല്ലോ, ചക്ക മൊത്തം ഒന്ന് പൊളിച്ച് അപ്പൊ അതിൽ നിന്ന് നമുക്ക് ചക്ക അല്ലെ അതിലെ ചക്കക്കുരു അതും നമുക്ക് കിട്ടി. ഇത് നമുക്ക് കറി ഉപയോഗിച്ച് നമ്മളൊക്കെ എടുക്കുക. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ ചക്കട കൂന് വെട്ടിയെടുക്കില്ല, ആ കൂന് കൊണ്ട് ഈ കടച്ചക്കട കറി പോലത്തെ നല്ല രസകരമായിട്ട് അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. അപ്പൊ നമ്മുടെ തൊട്ടടുത്ത ഫ്ലാറ്റിലുള്ള രമണി ചേച്ചി അമ്പയടുത്ത് നമുക്ക് തന്ന ചക്ക അടിപൊളിയാണ്, സൂപ്പറാണ്. കഴിച്ചോ, നല്ല ടേസ്റ്റിലേക്ക് കേട്ടോ. അടുത്ത പറമ്പില് കടലൊക്കെ വാങ്ങിട്ട് കഴിച്ചതൊക്കെ എന്താ അടിപൊളി. ചക്ക കഴിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല, മലയാളി പുറത്താണെങ്കിൽ അവിടെയും കിട്ടും, പിന്നെ എവിടെ കിട്ടും, ചക്ക എവിടെയും കിട്ടും. ചക്ക ഇഷ്ടമില്ലാത്ത കഴിക്കാൻ ടേസ്റ്റാണ്. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.